ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഇത് 3 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം അരി പ്രിപ്പയർ ചെയ്യും, പിന്നെ ചിക്കൻ വറുക്കും, പിന്നെ എഗ്ഗും പച്ചക്കറികളും വേവിച്ചെടുക്കും. ആദ്യം തന്നെ അരി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് വേവിക്കാം. ചിക്കൻ മറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് മറിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ഇനി 2 എഗ്ഗ് വേണം. അത് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ഇടാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ ഞാനിവിടെ 2 ടീസ്പൂൺ സ്പ്രിംഗ് ഒനിയൻ, 2 ടീസ്പൂൺ ക്യാപ്സിക്കം, 2 ടീസ്പൂൺ ക്യാരറ്റ്, 2 ടീസ്പൂൺ ബീൻസ്, 1 ടീസ്പൂൺ സെലറി, 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ സോയ് സോസ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങനീര് എടുത്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ സൈഡ് എടുത്തിട്ടുണ്ട്. എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ ചിക്കൻ മറിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് അതിലേക്ക് കോൺഫ്ലോറും കുരുമുളക് പൊടി ഇടാം. ഇനി ഇതിലേക്ക് സോയ് സോസ് ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി വെക്കാം. സോയ് സോസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അതിനനുസരിച്ച് വേണം ഉപ്പിടാൻ. ചിക്കൻ മറിനേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് റൈസിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് ഒരു സ്വല്പം കൂടുതൽ നിൽക്കണം, എന്നാലേ അരി വെന്ത് കഴിയുമ്പോൾ പാകത്തിനാകത്തുള്ളൂ. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരി ഇപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം വാർത്തിയെടുക്കാം. ഇനി അത് അവിടെ ഇരുന്ന് ചൂടുകൊണ്ട് വെന്തോളും ബാക്കി. ഇനി ചിക്കൻ വറുത്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം 2 മിനിറ്റത്തേക്ക്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ റെഡിയായി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾഡ് ചെയ്തെടുക്കണം. ഇതിനകത്ത് കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ എണ്ണ ഒഴിക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എഗ്ഗ് സ്ക്രാമ്പിൾഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുരുമുളക് ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി പച്ചക്കറികൾ വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അതിലേക്ക് വെളുത്തുള്ളി ഇടാം.
ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇനി ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. സോയ സോസ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കനും മുട്ടയും സ്ക്രാമ്പിൾ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് ഗാർണിഷ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്.